ക്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ്. സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ഉറക്കത്തിലാണ്. അടുത്ത ആഴ്ചയോടുകൂടി മാത്രമാണ് സെക്രട്ടേറിയറ്റ് ജീവൻ വയ്ക്കുന്നത്. ഒരു വിശ്രമം എന്ന് പറയുമ്പോൾ ഒരുപാട് കൂട്ടിക്കഴിക്കലുകളുടെയും കണക്കുകൂട്ടലുകളുടെയും എല്ലാം ഒരു ആരവം അകത്തളങ്ങളിൽ നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ എന്ന ചർച്ചയാണ് മിക്കവാറും ആളുകൾ നടത്തുന്നത്. കേരളം കഴിഞ്ഞ 10 വർഷമായി സെക്രട്ടേറിയറ്റിൻ്റെ മുകളിൽ ചെങ്കൊടി പാറിയിട്ടില്ല എങ്കിൽ പോലും ഇടതുപക്ഷ ഭരണമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ ഇടതുപക്ഷ ഭരണത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന ഒരു നോട്ടമാണ് പലരും നടത്തുന്നത്. എന്നോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ എ വഹീദ് ഉണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായ വിലയിരുത്തലുകളുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് ഒരു കവർ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കവർ ഞങ്ങൾ മെയ് 4 പൊട്ടിച്ച് അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അദ്ദേഹം ഒരു പന്തയം വെച്ചിട്ടുണ്ട്. അതിൽ അത് നടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ കവർ പൊട്ടിക്കുമ്പോൾ ആ പറയുന്ന പോലെ നടന്നില്ലെങ്കിൽ അദ്ദേഹം ഞങ്ങൾക്കെല്ലാം പാർട്ടി നടത്തുന്നതാണ്. അപ്പം ഞങ്ങൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അല്ല, ഞങ്ങൾ ക്ലിൻറ്റ് മാക്സിലുള്ളവർക്കാണ്. എങ്കിലും ഇല്ലെങ്കിൽ തിരിച്ച് അദ്ദേഹത്തിന് ഞങ്ങൾ പാർട്ടി നടത്തണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം. അതെന്തായാലും ഞങ്ങൾ ചെയ്യും. അപ്പോൾ അത് ശ്രീ വക്കീൽ, നമുക്ക് വലിയൊരു ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രധാന പ്രത്യേകത, വ്യാപകമായ ചർച്ച ഒരു വശത്ത് നടക്കുമ്പോൾ ഒരു മൗനം, മൗനവും വാചാലതയും ഒരേപോലെ നമ്മൾ കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് വാചാലത വ്യാപകമായി നടക്കുമ്പോൾ മറുഭാഗത്ത് മൗനം, അങ്ങേയറ്റം കനത്ത മൗനമാണ് കാണുന്നത്. അപ്പോൾ ഇത് തന്നെയും ഒരു യാഥാർത്ഥ്യ ബോധത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഒരു യാഥാർത്ഥ്യ ബോധം അതിനകത്തുണ്ട് എന്നാണ് എനിക്കും തോന്നുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഒരു ആൻറ്റി ഇൻകംബൻസി നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയാണ് UDF കേന്ദ്രങ്ങളിലുള്ളത്. അതിൽ ഒരു പക്ഷേ യാഥാർത്ഥ്യമുണ്ട്. ഒരു ആൻറ്റി ഇൻകംബൻസി എന്നതിലുപരി, അവർ ആൻറ്റി ഇൻകംബൻസി എന്ന് മാത്രമാണ് പറയുന്നതെങ്കിലും അതിലുപരി കേരളത്തിലെ മൊത്തം ജനവിഭാഗങ്ങളിൽ, അതായത് യഥാർത്ഥ രാഷ്ട്രീയ വോട്ടുകൾ അല്ലാതെ ചെയ്യപ്പെടുന്ന വോട്ടുകളാണ് ഭരണം ആര് വരണം എന്നുള്ളത് തീരുമാനിക്കുന്ന എല്ലാ കാലം. ഈ തെരഞ്ഞെടുപ്പിൽ അത് ശരിക്കും ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന് UDF കരുതുന്നു. അതിൽ കുറേയൊക്കെ യാഥാർത്ഥ്യമുണ്ടെന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. അതിൽ കാരണങ്ങൾ 3-4ആണ്. അതിൽ പ്രധാനമായ ഒരു കാരണം, ഈ 10 വർഷത്തെ തുടർഭരണം, അത് ഒരു മടുപ്പ് എന്ന് പറയുന്ന സാധനം ഈ സാമാന്യ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ പ്രവർത്തനമായതുകൊണ്ടല്ല, സ്വാഭാവികമാണ്. കാരണം എന്തല്ലേ, ആരായാലും കുറെ കഴിയുമ്പോഴത്തേക്ക് മടുക്കുമല്ലോ. ഒരു മടുപ്പുണ്ടാക്കിയത്. ആ ഒരു മടുപ്പ് യഥാർത്ഥത്തിൽ ഈ സർക്കാരിനെതിരെ വോട്ടായി വീണിരിക്കാമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. 1. 2, ഈ LDFിൻ്റെ ചില നിലപാടുകൾ ഈ മൊത്തത്തിൽ ഈ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് കുറേ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും ഒടുവിൽ കുറച്ച് നിലപാടുകൾ, അത് യഥാർത്ഥത്തിൽ അതിന് പ്രധാനമായും മുഖ്യമന്ത്രി തന്നെയാണ് പല കാര്യങ്ങളിലും കാരണക്കാരെന്ന് പറയേണ്ടി വരും. വെള്ളാപ്പള്ളിയും നിർഭാഗ്യവശാൽ അത് ഈ വെള്ളാപ്പള്ളി അത് തന്നെയാണ്. അതിലൊരു കാരണം, അത് ചെറിയൊരു കാരണമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ശബരിമല അയ്യപ്പ സംഗമത്തിലേക്ക് വെള്ളാപ്പള്ളിയെ ആനയിച്ചു കൊണ്ടുപോയി എന്നുള്ള ഒരു പ്രചരണവും അത് യാഥാർത്ഥ്യമാണ് നടന്നിരുന്നു. അതെന്തോ കാരണം കൊണ്ടായാലും ഇതിനെല്ലാം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വെള്ളാപ്പള്ളി ഉടനെ തന്നെ മലപ്പുറംകാരെയും മലപ്പുറത്തെ മുസ്ലിങ്ങളെയും, പിന്നീട് അദ്ദേഹം തിരുത്തി പറഞ്ഞു മുസ്ലിം ലീഗിനെയാണ് ഉദ്ദേശിച്ചത്. എന്നാൽ മുസ്ലിം ലീഗിനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ പോലും അത് ഒരു തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളായിട്ട് നാളിതുവരെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ഒരുപാട് ന്യൂനപക്ഷങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് അറിയാവുള്ളൂ. എല്ലാ കാലാകാലങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇടപെടലെയൊന്നും മുസ്ലിം ലീഗും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഒരിക്കലും UDFിൽ വോട്ട് ചെയ്തിട്ടില്ല. അല്ല, കഴിഞ്ഞ പ്രത്യേകിച്ച് 2006 മുതൽ കഴിഞ്ഞ 20 വർഷം യഥാർത്ഥത്തിൽ ഈ മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് അവർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അത് ശരിക്കും BJP വിരുദ്ധ വോട്ടായി മാറുന്നു. അത് UDFിലേക്ക് പോകുന്നെങ്കിലും കേരള നിയമസഭയിലേക്കോ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലേക്ക് നടക്കുമ്പോഴേക്കും മിക്കവാറുമൊക്കെ അവർ ഈ 20 വർഷമായിട്ട് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ചരിത്രമാണുള്ളത്.
അതിന്റെ ഗുണം തന്നെയാണ് ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്നത്. അതായത് നമ്മുടെ 2016 തിരഞ്ഞെടുപ്പിലും 21-ലും, അതിനു മുമ്പ് 2011 UDF വരുമ്പോഴും ചെറിയ ഭൂരിപക്ഷത്തിലാണ് വരുന്നത്, ആ 2 സീറ്റിന്റെ വ്യത്യാസത്തിൽ. കാരണം അന്നും മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം, അവരെ അംഗങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ് വന്നത്. പക്ഷെ അത് ഇത്തവണ അവരതിൽ നിന്നും LDFിൽ നിന്നും വളരെ അകന്നു മാറുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു. ഉറപ്പാണത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം താങ്കൾ ഈ പറഞ്ഞത് തന്നെയാണ്. പിന്നെ ഇതില് മുഖ്യമന്ത്രി ഒരു ഡൽഹിയിൽ ചെന്നിട്ട് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ ഒരു അഭിമുഖത്തില് മലപ്പുറം ജില്ലയെ പ്രത്യേകിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് അവരെ എന്താ പറയാൻ, അവരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നുള്ള ഒരു പ്രചരണം, അതിന് യാഥാർത്ഥ്യം എത്രത്തോളം എന്നുള്ളതല്ല, ആ ഒരു പ്രചരണം. പിന്നെ നടന്നത് മന്ത്രി സജി ചെറിയാനെ പോലുള്ള ആളുകൾ, ജയിച്ച ആളുകളുടെ പേര് നോക്കുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം അതിന് തൊട്ട് മുമ്പിൽ തന്നെ ഈ PM ശ്രീ കരാർ ഒപ്പുവെച്ചത്, അത് ഇതിനെല്ലാം UDF, എൻ്റെ അഭിപ്രായത്തിൽ അത് മുസ്ലിം ലീഗ് അല്ല, യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വം അതിനെ വളരെ വലിയ പ്രചരണത്തിന് ഉപയോഗിച്ചു. മുസ്ലിം ലീഗ് പലപ്പോഴും മൗനം പാലിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെയും കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് VD സതീശന്റെ നേതൃത്വത്തിൽ അത് വളരെ വലിയ പ്രചരണം കൊടുക്കുകയും, അത് പിന്നെ ഇതിനോടൊപ്പമാണ് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് PV അൻവർ ഒരു മുഖ്യമന്ത്രിയായി എന്തുകൊണ്ടുള്ള ഒരു തർക്കത്തിൽ പുറത്തിറങ്ങുകയും അദ്ദേഹം മറ്റേ DGP അജിത് കുമാറിനെ കുറിച്ചുള്ള പരാമർശങ്ങളും അങ്ങനെ ചില ആ ഒരു രീതിയിൽ കുറെ, അതായത് മുസ്ലിം വിരുദ്ധ നിലപാടാണ് സർക്കാരിനുള്ള പ്രകടനവും അദ്ദേഹത്തിന്റെ രാജിയും ഒരു പരിധിവരെ അദ്ദേഹം പറഞ്ഞ് ശരിയാണെന്ന് സ്ഥാപിക്കാൻ കഴിയുകയും ചെയ്യും. അത് സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അത് ഫലത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തെ മൊത്തത്തിൽ അതിൽ നിന്ന് മാറ്റി കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കും സഹായിക്കാൻ കഴിയും. നിലപാടുകളും നന്നായി സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ അങ്ങനെ ഈ നിലപാട് ഇങ്ങനെ ഈ മുസ്ലിം സമുദായം ഒരു കാരണമില്ല നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള വിമർശനങ്ങളും ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്തിലാണ് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ വെള്ളാപ്പള്ളിയുടെ ഇഷ്യൂ വരുന്നതും, അതായത് ഒരു മൃദു ഹിന്ദുത്വ ലൈനിലേക്ക് പോകുന്നു എന്നൊരു പ്രചരണത്തിന് ഇടവരുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ആ ഭാഗത്തുനിന്നും ഉണ്ടായി. അത് ക്രൈസ്തവ ന്യൂനപക്ഷ സമുദായത്തിലും ശരി ആശങ്കയ്ക്ക് കാരണമാവുകയും അവരെല്ലാ കാലത്തും മുൻകാലങ്ങളിൽ UDFിനൊപ്പം നിൽക്കുകയായിരുന്നു പതിവ്. ഇപ്പോൾ അത് പൂർണ്ണമായും അവരും യഥാർത്ഥത്തിൽ അവർ കുറേയൊക്കെ ഈ BJPയോട് ഒരു മൃദു സമീപനം കാണിക്കുന്ന രീതി വന്നിരുന്നു ഇടക്കാലത്ത്. പക്ഷെ അതിൽ നിന്ന് പിന്മാറി വീണ്ടും ആ വിഭാഗവും UDFിനൊപ്പം വന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം കാരണങ്ങൾ, പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഭരണവിരുദ്ധ വികാരം പൊതുവെയുള്ള, ഇതെല്ലാം കൂടി 3-4 ഫാക്ടേഴ്സ് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ ഭരണത്തിന്റെ വികസനത്തിന്റെ നേട്ടങ്ങളോ അഴിമതി അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അല്ല. വേറൊന്ന് നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ഒരു 15 വർഷം അല്ലെ 20 വർഷം മുമ്പൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആശയ സമരമായിരുന്നു യഥാർത്ഥത്തിൽ. ഇടതുപക്ഷത്തിന്റെ ഒരു ആശയവും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFിന്റെ വലതുപക്ഷ ആശയങ്ങൾ തമ്മിലുള്ള സമരമായിരുന്നു തെരഞ്ഞെടുപ്പുകളെല്ലാം. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷം ആശയങ്ങളൊക്കെ മൊത്തം കൈവിട്ടിട്ട് വികസനം എന്നുള്ള ഒരു മുദ്രാവാക്യമായിട്ട്, ഈ വികസന മുദ്രാവാക്യം എല്ലാ കാലത്തും UDF നടത്തിക്കൊണ്ടിരുന്ന കാര്യമാണ്. എല്ലാ കാലത്തും അവർ പറഞ്ഞിട്ടുള്ള വികസനം, ഞങ്ങളാണ് വികസനത്തിന്റെ അന്നെല്ലാം ഇടതുപക്ഷത്തിന് ശരിക്കും ആ വാദമല്ലായിരുന്നു. അവരുടെ ആശയങ്ങളാണ് പ്രചരിപ്പിച്ച് തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ അവർ ആശയങ്ങൾ മുൻനിർത്തിയായിരുന്നു. ഇത്തവണ ആശയം പൂർണ്ണമായും കൈവിട്ടു. അത് യഥാർത്ഥത്തിൽ പാർട്ടി അണികളിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അതുകൊണ്ട് കൂടി ആയിരിക്കാം പാർട്ടിയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാർട്ടിക്കാരായ പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ആശയപരമായ ഭിന്നത ഒന്നുമല്ലാതെ ഒരു പാർലമെന്ററി വ്യാമോഹങ്ങളിലൂടെ വന്നിട്ട് മറുകണ്ഠം ചാടുകയും അവിടെ സ്ഥാനാർത്ഥികളാവുകയൊക്കെ ചെയ്തത് ഒരുപക്ഷെ അതായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് അതാണ്. ഈ ആശയങ്ങളെ കൈവിടിയുന്ന ഒരു അവസ്ഥ വന്നപ്പോഴേക്കും പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ 4 UDF സഹകരണത്തിൽ നിൽക്കുന്ന 4 സ്ഥാനാർത്ഥികൾ തികഞ്ഞ എന്താ പറയുക ഇടതുപക്ഷ നേതാക്കളാണ്. അത് ഒന്ന് G സുധാകരൻ, അത് കുഞ്ഞികൃഷ്ണൻ, PK ഗോവിന്ദൻ, പിന്നെ നമ്മുടെ കൊട്ടാരക്കരയിൽ നിൽക്കുന്ന ഐഷ പോറ്റി. ഇവർ 4 പേരും വേറെയും ഉണ്ട് സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ സുരേഷിനെ പോലെ മലമ്പുഴ നിൽക്കുന്നത്. പക്ഷെ അത് നമ്മൾ കാര്യമാക്കി എടുക്കുന്നില്ല. പക്ഷെ ഈ 4 പേരും യഥാർത്ഥത്തിൽ ശരിയായ പാർട്ടിയുടെ നേതൃനിരയിൽ നിന്നവരാണ്. അവരിങ്ങനെ മാറി. അത് ഞാൻ ഈ പറഞ്ഞത് പാർട്ടി ആശയം കൈവെടിഞ്ഞ് വികസനം എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പോവുകയും അതിനോടൊപ്പം മാത്രമല്ല ഇതിനകത്ത് ജനങ്ങൾ പറയുന്ന, നമ്മൾ കേരളത്തിൽ പലയിടത്തും പോയപ്പോഴും പല ആളുകൾ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അതായത് ഇപ്പം
മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയന്റെ വലിയ കട്ടൗട്ടാണ് കേരളം ഒട്ടാകെ കാണുന്നത്. അപ്പം മറ്റാരുണ്ട് പിണറായി അല്ലാതെ എന്നൊരു ചോദ്യം ആളുകളുടെ മനസ്സിൽ ഉദിപ്പിക്കുന്നതിന് ആ പ്രചാരണം കാരണമാക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം പൊതുവെ ഇപ്പോൾ UDF നേതൃനിര എല്ലാ കാലത്തും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകാധിപത്യം എന്നുള്ള ഒരു വാക്കാണ്. അതായത് യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെന്റ് തലത്തിൽ ശ്രീ മോദിയെയും ഇവിടെ ശ്രീ പിണറായിയെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് രണ്ടുപേരും ഏകാധിപതികളാണെന്നുള്ള പ്രചരണം വളരെ വലിയ തോതിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിന് തുറന്ന് വരുന്ന ഈ തെരഞ്ഞെടുപ്പിലാണ് എല്ലാ ഭാഗത്തും കേരളത്തിൽ എങ്ങോളം സഞ്ചരിച്ചാൽ ആയിരക്കണക്കിന് വലിയ കട്ടൗട്ടുകൾ ശ്രീ പിണറായി വിജയന്റെ മാത്രം വെച്ചുകൊണ്ട് വികസന മുദ്രാവാക്യങ്ങൾ, ഇത്ര റോഡ് നന്നാക്കി, ഇത്ര പാലം നന്നായി, അല്ലെങ്കിൽ ഇത്ര പെൻഷൻ തന്നു, അല്ലെങ്കിൽ അന്നദാനം നല്ല രീതിയിൽ നടത്തി, ഇങ്ങനെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ മുൻനിർത്തി നടത്തിയ ഒരു എന്താ പറയുക തെരഞ്ഞെടുപ്പ് പ്രകടനമാണ് ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ അതിനെ വളരെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ UDFന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതിൽ ഞാൻ ഈ പറഞ്ഞതാണ്, അവിടെ ആശയം കൊണ്ട് നേരിടാനായിട്ട് ഇടതുപക്ഷ നേതൃനിരയിൽ നിന്ന് ആരും തന്നെ മുമ്പോട്ട് വന്നില്ല. ഇത് ശരിക്കും താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ, പണ്ടും തൊഴിലാളി വർഗ പാർട്ടികളുടെ ഒരു നിരയാണ് ശരിക്കും ഇടതുപക്ഷത്തുണ്ടാവുന്നത്. അപ്പോൾ എപ്പോഴും അതാണ് ഈ തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയത്. ഇതല്ല, പൊതുവായ വികസനം മാത്രമാണ് ചർച്ചയാക്കിയത്. ഈ പൊതുവായ വികസനം എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ 10 കൊല്ലം ഒരുമിച്ച് കിട്ടിയത് കൊണ്ട് വരുന്ന ഒരു സ്വാഭാവിക വികസനം എന്തായാലും ഉണ്ട്. അതിലുപരി കിഫ്ബിയുടെ പ്രോജക്റ്റുകളായിട്ട് കുറേയധികം പാലങ്ങളും റോഡും വന്നിട്ടുണ്ട്. 200 പാലം വന്നു എന്ന് പറയുന്നു. കേരളത്തിൽ 3000-4000 പാലം ആൾറെഡി ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ നമ്മളിവിടെ പാലം എന്ന് പറയുന്നത്, റോഡെന്ന് പറയുന്നത് വികസനം തന്നെയാണ്. പക്ഷെ ഈ അടിസ്ഥാന വികസനം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു സർക്കാരിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഒരുപാട് അല്ലാതെ തൊഴിലില്ലായ്മ പ്രശ്നത്തെ എങ്ങനെ ഫേസ് ചെയ്തു, എങ്ങനെ അഡ്രസ് ചെയ്തു, ഈ ചോദ്യത്തിന് മറുപടിയില്ല. അപ്പോൾ താങ്കൾ പറയുന്നത് വികസനം മാത്രം പോലെ വികസനം നടന്ന അടിസ്ഥാന വികസനം, ഞാൻ പറയുന്നത് അടിസ്ഥാന വികസനം മാത്രം. നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, വികസനം മാത്രമല്ല ആളുകൾ കണക്കിലെടുക്കുന്നത്. ആളുകൾക്ക് വൈകാരികമായ വിഷയങ്ങളുണ്ട്. അല്ല, ശബരിമലയിലുള്ള വൈകാരികമായ വിഷയങ്ങളല്ല ഞാൻ പറയുന്നത്, പ്രാദേശികമായ വിഷയങ്ങൾ എല്ലാം ഇടതുപക്ഷ സംവിധാനങ്ങളിൽ നിന്ന് എല്ലാ കാലത്തും ഉയർന്നു വന്നിരുന്ന ഒരു മുദ്രാവാക്യമാണ് തൊഴിലില്ലായ്മ പരിഹാരം. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്ത് ചെയ്തു? ഏതെങ്കിലും ഒരു ബോർഡിൽ താങ്കൾ കണ്ടോ ഇത്ര തൊഴിൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കൂ എന്ന് പറയുന്നത്? ഏതെങ്കിലും ഇത്ര പേർക്ക് PSCയിലെ 3-4 ലക്ഷം 4 പേർക്ക് അല്ല, എല്ലാ കാലത്തും ഇത് 3-4 ലക്ഷം 10 കൊല്ലം കൊണ്ടുണ്ടാവും, 5 കൊല്ലം കൊണ്ടുണ്ടാവും. ഇവിടെ PSCയിൽ വരുന്ന ഒഴിവ് നികത്തി തന്നെയാണ് പോകുന്നത്. കുറച്ചൊക്കെ ചിലപ്പോൾ ലാഗ് വരും, അത് 2 ഭാഗത്തും വരുമ്പോഴും വരാറുള്ളതാണ്. അതിലൊന്നും വിപ്ലവകരമായ ഒരു മാറ്റവും തൊഴിലില്ലായ്മ പരിഹരിക്കാനായിട്ട് ഒരു പ്രവൃത്തിയും വന്നിട്ടില്ല. അത് പറയാനില്ല. ഏതെങ്കിലും ഒരു പരസ്യ ബോർഡിൽ കണ്ടോ, ഇത്രയും വലിയ ബോർഡുകൾ കണ്ടോ എവിടെയെങ്കിലും തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. അതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അഡ്രസ്സ് ചെയ്തതായിട്ട് പറഞ്ഞു വോട്ട് ചോദിക്കാൻ കഴിയുന്നില്ല. ഞാൻ അതാ പറഞ്ഞത്, യഥാർത്ഥത്തിൽ ആശയങ്ങളിൽ നിലനിന്നല്ല ഇത്തവണത്തെ പ്രകടനം. ഞങ്ങൾ ഇന്ന പാലവും റോഡും ഉണ്ടാക്കി, ഇത്ര പേർക്ക് പെൻഷൻ കൊടുത്തു എന്ന് മാത്രം പറയുന്നത് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യങ്ങളായി ഞാൻ കാണുന്നില്ല. ഇത് ഇപ്പം എന്നെപ്പോലുള്ളവരുടെ കാഴ്ചപ്പാട് തന്നെ ആയിരിക്കണം ഈ സാമാന്യ ജനങ്ങളിൽ ഉണ്ടായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇപ്പം നടത്തുന്ന ചർച്ച ഒന്ന് നമുക്ക് റൗണ്ടപ്പ് ചെയ്യാം. അപ്പം അതിന് മുമ്പേ ഒരു ചോദ്യം ചോദിക്കട്ടെ. താങ്കൾ സീൽ ചെയ്ത് തന്ന കവറിനകത്തുള്ള കണക്കുകളൊക്കെ ഇപ്പം പറയണ്ട, കാരണം ഇപ്പം പറയുന്നത് ശരിയല്ല. എന്നാലും ഒരു പൊതുവെയുള്ള വികാരം അനുസരിച്ച് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അവർക്ക് എത്രമാത്രം മേൽക്കൈ ഉണ്ടാവും? അത് താങ്കളുടെ വിലയിരുത്തൽ അങ്ങനെ? ഞാൻ ഈ പറഞ്ഞ ഇത്തരം 4 പ്രധാന കാര്യങ്ങൾ ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ തരത്തിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മളാരും പ്രതീക്ഷിക്കുന്നതിലും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ഇവിടെ UDF വരിക. കാര്യം ഇടതുപക്ഷം വളരെ മോശമായ അവസ്ഥയിലേക്കാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.